ചീറ്റയുടെ വിജയം. അറിയാമോ കുട്ടികളെ, കാട്ടിലെ ഏറ്റവും ക്രൂരനും വേഗവുമുള്ള മൃഗമേതാണെന്ന്? അതാണ് ചീറ്റ. ഇന്നത്തെ കഥ ഒരു ബുദ്ധിശാലിയും ശക്തനുമായ ചീറ്റയുടേതാണ്. ഒരു തിങ്ങി നിറഞ്ഞ കാട്ടിൽ ചിമ്രു ചീറ്റ തന്റെ മകൻ ചിന്റു ചീറ്റയോടൊപ്പം ജീവിച്ചിരുന്നു. ആ കാട്ടിലുള്ള ഒരുപാട് പക്ഷികളും മൃഗങ്ങളും പിന്നെ ജീവജാലങ്ങളും ഒന്നിച്ച് ജീവിക്കുന്നുണ്ടായിരുന്നു. ചിമ്രു ചീറ്റ വലിയൊരു അഹങ്കാരിയാണ്. അവൻ എപ്പോഴും അവനാണ് വലിയ ബുദ്ധിമാനെന്നും ശക്തിശാലിയെന്നും ചിന്തിച്ചിരുന്നത്. ഒരു വൈകുന്നേരം, കൂട്ടുകാരെ, എങ്ങനെ പോകുന്നു? ഒന്നുമില്ല ചീറ്റ, ഞങ്ങൾ വെറുതെ ഇരുന്ന് കുശലം പറയുകയായിരുന്നു. അപ്പോഴേക്കും ഒരു മാൻ അവിടെ ഓടി ഓടി വരുന്നുണ്ടായിരുന്നു. എന്തു പറ്റി മാനെ? നീ ഇത്രയും വേഗത്തിൽ എവിടെ നിന്നാ ഓടി വരുന്നത്? ആദ്യം നീ ശ്വാസം വിടും മാനെ, എന്നിട്ട് പറ എന്തു പറ്റി. മാൻ അപ്പോൾ വെള്ളം കുടിച്ചു. മാൻ പെങ്ങളെ, ഇനി പറ എന്തു പറ്റി? നമ്മുടെ ഈ കാട്ടിലേക്ക് വലിയൊരു പേമാരി വരുന്നു. വളരെ ആപത്തിലാണ് നമ്മുടെ ഈ കാട്. ഇത് കേട്ടപ്പോൾ എല്ലാവരും ഞെട്ടിത്തെറിച്ചു. എന്താ പേമാരിയോ? എന്തു പേമാരി? എന്തു ആപത്ത്? ഞാൻ കാടിന്റെ അടുത്ത് വിശ്രമിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ കണ്ടു, അടുത്തായി കുറെ ക്രൂരന്മാരായ മൃഗങ്ങളുടെ കൂട്ടം നിൽക്കുന്നത് കണ്ടു. അതിൽ ചെന്നായ, സിംഹം, കുറുക്കൻ, പിന്നെ വേറെയും കുറെ മൃഗങ്ങൾ ഉണ്ടായിരുന്നു. അവർ നമ്മുടെ കാടിനടുത്തുള്ള സ്ഥലത്തായി കറങ്ങി നടക്കുക. എന്റെ ദൈവമേ, ക്രൂരന്മാരായ മൃഗങ്ങളോ? ഇത് വളരെ വലിയ പ്രശ്നമാണല്ലോ. ആ മൃഗങ്ങൾ നമ്മുടെ കാട്ടിലേക്ക് വന്നാൽ അവർ നമ്മളെ എല്ലാവരെയും തിന്നും. എന്റെ ഭാഗ്യം കൊണ്ട് ആ മൃഗങ്ങൾ എന്നെ അവിടെ കാണാത്തത്. കണ്ടിരുന്നെങ്കിൽ എല്ലാവരും കൂടി എന്നെ കൊന്ന് തിന്നുമായിരുന്നു. എന്നാൽ ആ മൃഗങ്ങൾ എങ്ങനെ ഇവിടെ വന്നു? നമ്മുടെ കാട്ടിൽ അങ്ങനത്തെ മൃഗങ്ങൾ ഒന്നും തന്നെ ഇല്ലല്ലോ. എല്ലാവരും പേടിച്ചു വിറച്ചു. നമ്മൾ എങ്ങനെ പോരിടും ആ മൃഗങ്ങളോട്? ഞാൻ അന്ന് മുതലേ പറയുക, എന്നെ ഈ കാടിന്റെ രാജാവാക്കാൻ ഞാൻ വാക്കു തരുന്നു. ഞാൻ ഈ കാട്ടിലെ ഒരു പ്രാണികളുടെയും ജീവൻ വെറുതെ പോകാൻ അനുവദിക്കില്ല. ചീറ്റച്ചേട്ടാ, അറിയാം നിങ്ങൾ ഞങ്ങളെക്കാൾ ശക്തനാണെന്ന്. പക്ഷേ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, ഒരിക്കൽ കാട്ടിൽ കൊടുങ്കാറ്റ് വന്നു. എല്ലാ ജീവികളും ജീവനും കൊണ്ട് ഓടുകയായിരുന്നു. എന്നാൽ നിങ്ങളോ നിങ്ങളുടെ മകനെ മാത്രം രക്ഷിച്ചു. രാജാക്കന്മാർ അങ്ങനെയാണോ ചെയ്യുന്നത്? നീ പറഞ്ഞത് ശരിയാ ബാലു. ചീറ്റ രാജാവിന്റെ കർത്തവ്യമായിരുന്നു അവരുടെ പ്രജകളെ രക്ഷിക്കേണ്ടത്. അവരെ എല്ലാ ആപത്തിൽ നിന്നും രക്ഷിക്കണം. നിങ്ങളെപ്പോലെ അല്ല. പ്രശ്നം വന്നപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കാര്യം മാത്രം നോക്കി. ആന സഹോദര, എനിക്കപ്പോൾ ഒരു തെറ്റ് പറ്റിയതാണ്. എന്നാൽ ഞാൻ വാക്കു തരുന്നു, ഇനി ഞാൻ അങ്ങനത്തെ തെറ്റ് ചെയ്യുകയില്ല. ഇല്ല ചീറ്റ്, ഇനി ഞങ്ങൾ നിന്നെ വിശ്വസിക്കില്ല. നീ ഇനി ഒരിക്കലും ഈ കാടിന്റെ രാജാവാകില്ല. എന്റെ കാട്ടിലുള്ളവര് വെളിയിൽ ക്രൂരന്മാരായ മൃഗങ്ങളുടെ കൂട്ടമുണ്ട്. അതുകൊണ്ട് ആരും കാട്ടിൽ നിന്നും പുറത്തേക്ക് പോകരുത്. എല്ലാവരും വീട്ടിൽ തന്നെ ഇരുന്നോളൂ. എല്ലാവരും അവിടെ നിന്നും പോയി. ചീറ്റ വർഷങ്ങളായി ഈ കാടിന്റെ രാജാവാകാൻ വേണ്ടി നോക്കിയിരിക്കുകയായിരുന്നു. എന്നാൽ ഒരിക്കൽ പോലും കാട്ടിലെ മൃഗങ്ങളുടെ സമ്മതം അവന് കിട്ടിയില്ല. ഈ കാടിനു പുറത്ത് ആദ്യമായാണ് ക്രൂരമായ മൃഗങ്ങളുടെ കൂട്ടം കാണപ്പെടുന്നത്. 2 ദിവസം കഴിഞ്ഞ് ആ ക്രൂരമായ മൃഗങ്ങൾ കാടിനുള്ളിലേക്കും കയറി. കൊള്ളാമല്ലോ, ഇവിടെ എത്രത്തോളം മൃഗങ്ങളുടെയും പക്ഷികളുടെയും വീടുണ്ട്. തോന്നുന്നു ഒരുപാട് ഭക്ഷണം ഇവിടെ നിന്നും കിട്ടുമെന്ന്. പറഞ്ഞത് ശരിയാണ് കുറുക്ക. എന്നും നമുക്ക് വേട്ടയാടാനുള്ള അവസരം ഇവിടെ നിന്ന് കിട്ടുമെന്ന് തോന്നുന്നു. പോകാം, പോയി നമുക്ക് വേട്ടയാടാം. കാട്ടിലെ എല്ലാ മൃഗങ്ങളും ഇവറ്റകളെ കണ്ട് തങ്ങളുടെ വീട്ടിൽ മിണ്ടാതെ ഇരുന്നു. പെട്ടെന്ന് ക്രൂരമായ മൃഗങ്ങളെല്ലാം കാട്ടിലിറങ്ങി നടന്നു. ഇവിടെ സുരേലി മാൻ തന്റെ വാതിലില്ലാത്ത വീട്ടിൽ ശബ്ദമുണ്ടാക്കാതെ ഇരുന്നു. ആ ക്രൂരമായ മൃഗങ്ങളുടെ ശബ്ദവും കാട് മുഴുവനും മുഴങ്ങി. ഈ മൃഗങ്ങൾ ഇപ്പോൾ വരുമോ? എന്റെ വീട്ടിൽ വാതിലുമില്ലല്ലോ. ഞാൻ എന്ത് ചെയ്യും? ഇനി ആ മൃഗങ്ങൾ ഇവിടെ വന്നാൽ എന്റെ കഥ കഴിഞ്ഞത് തന്നെ. മാൻ ഒരുപാട് പേടിച്ചിരുന്നു. പെട്ടെന്ന് അവളുടെ വീട്ടിൽ ഒരു സിംഹം വന്നു. ഓ, എന്ത് നല്ല വേട്ടയാണ് കിട്ടിയിരിക്കുന്നത്. ഇന്നത്തെ വേട്ട നമുക്ക് കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. വരൂ, ഈ മാനിനെ തിന്നാം. ദൈവമേ, പാവം മാനിനെ ആ ക്രൂര മൃഗങ്ങൾ പിടിച്ചുകൊണ്ടുപോയി. ഈ ക്രൂരന്മാർ വളരെ മോശപ്പെട്ടവരോ. ഇവരിൽ നിന്നും രക്ഷപ്പെട്ടേ പറ്റൂ. കുറച്ചു കഴിഞ്ഞ്, ഇന്നത്തെ വേട്ട അസലായി. നോക്കൂ, എന്തുകൊണ്ട് നമ്മുടെ പാർപ്പിടം ഈ കുന്നിൽ വെച്ചുകൂടാ? ഈ കാടും ഇവിടെ നിന്ന് അടുത്താണ്. നമുക്ക് എന്നും കാടിനുള്ളിൽ പോയി വേട്ടയിടാൻ പറ്റും. എന്നിട്ട് സന്തോഷത്തോടെ ഇവിടെ ഇരുന്ന് കഴിക്കാം. നിങ്ങൾ പറഞ്ഞത് ശരിയാണ് സിംഹമേ. ഇപ്പോഴാണെങ്കിൽ നമ്മുടെ കാട്ടിൽ ഭക്ഷണമൊന്നും ലഭിക്കുന്നേയില്ല. അങ്ങനെ സിംഹവും മറ്റു മൃഗങ്ങളും ആ കുന്ന് തങ്ങളുടെ വീടാക്കി മാറ്റി. ഇങ്ങനെ തന്നെ ഓരോ ദിവസവും കടന്നുപോയി.
കാട്ടിൽ കൂടെയുള്ള മൃഗങ്ങളുടെ അവസ്ഥ കണ്ട് ബാക്കിയുള്ള മൃഗങ്ങളും പേടിച്ചു മിണ്ടാതെയിരുന്നു. ആരും വീട്ടിൽ നിന്നും പുറത്തിറങ്ങാനേ ഒരുങ്ങിയില്ല. ഇത് കണ്ട് ചിമ്രു ചീറ്റയും തന്റെ മകനോടൊപ്പം എല്ലാ ദിവസവും വീട്ടിൽ മിണ്ടാതെ തന്നെയിരുന്നു. ഒരു വൈകുന്നേരം ചിമ്രു ചീറ്റ വീട്ടിൽ ഉറങ്ങുകയായിരുന്നു. അച്ഛൻ ഉറങ്ങുക, നമുക്ക് വെളിയിൽ പോയി കളിക്കാം. ചിന്തു ചീറ്റ അങ്ങനെ വെളിയിലേക്ക് വന്നപ്പോൾ അപ്പോൾ പെട്ടെന്ന് അവിടേക്ക് ക്രൂരന്മാരായ മൃഗം വന്നു. ചീത്തയുടെ കുട്ടിയോ, കൂട്ടുകാരെ പിടിക്കവനെ. അവർ ചിന്തു ചീറ്റയെയും പിടികൂടി അവനെയും കൊണ്ട് തങ്ങളുടെ പാർപ്പിടത്തിലേക്കും പോയി. ഇതറിഞ്ഞ് കാട്ടിലുള്ള മൃഗങ്ങളെല്ലാം വീട്ടിൽ നിന്നും പുറത്തു വന്നു. ഇന്ന് ആ ക്രൂരന്മാരായ മൃഗങ്ങൾ ചീറ്റയുടെ കുഞ്ഞിനെയും കൊണ്ട് പോയി. അറിയില്ല എന്നീ ക്രൂരന്മാരായ മൃഗങ്ങളുടെ വേട്ടയാടൽ നിൽക്കുമെന്ന്. അപ്പോൾ ചിമ്രു ചീറ്റയും വെളിയിൽ വന്നു. ചിന്റുമോനെ, ചിന്റുമോനെ, നീ എവിടെയാണ്? ചേട്ടാ, നിങ്ങളുടെ മകനെ ആ ക്രൂരന്മാരായ മൃഗങ്ങൾ കൊണ്ടുപോയി. എന്താ? വേഗം പോയി നിങ്ങളുടെ മകനെ രക്ഷിക്കൂ ചീറ്റച്ചേട്ടാ, അല്ലെങ്കിൽ ആ മൃഗങ്ങളെല്ലാവരും നിങ്ങളുടെ മകനെ കൊല്ലും. കൂട്ടുകാരെ, നിങ്ങളും എന്റെ കൂടെ വരൂ. എന്റെ കുട്ടിയുടെ ജീവൻ ആപത്തിലാണ്. നമുക്ക് അവനെ രക്ഷിക്കണം കൂട്ടരെ. ഞങ്ങൾ എന്തിനു വരണം ചീറ്റേ? നീയല്ലേ എപ്പോഴും പറയാറ് നീയാണ് ഞങ്ങളെക്കാൾ ശക്തനെന്ന്. ഇപ്പോൾ പോയി ആ ക്രൂരന്മാരിൽ നിന്നും നിന്റെ മകനെ രക്ഷിക്കേ. എന്നാൽ എനിക്ക് തനിച്ചെങ്ങനെ പറ്റും? അവർ എത്ര പേരുണ്ട്? ഞാൻ എങ്ങനെ അവരെ കീഴ്പ്പെടുത്തും? അതെയോ, നിനക്ക് ഈ കാടിന്റെ രാജാവാകാനല്ലേ താല്പര്യം? നീ ഒറ്റയ്ക്ക് നിന്റെ മകനെ രക്ഷിച്ചു കൊണ്ടുവന്നാൽ ഞങ്ങൾക്കും മനസ്സിലാകും നീ ഞങ്ങളെക്കാൾ ശക്തിശാലിയാണെന്ന്. അപ്പോൾ നിന്നെ ഞങ്ങൾ ഈ കാടിന്റെ രാജാവാക്കാം. ചീറ്റയുടെ മുൻപിൽ ഒരു വെല്ലുവിളി ഉയർന്നു. ഒരു വശത്ത് മകനെ രക്ഷിക്കണം, മറുവശത്ത് മൃഗങ്ങൾക്ക് തന്റെ ശക്തിയും കാണിക്കണം. ഒരു മൃഗങ്ങളും ചീറ്റയോടൊപ്പം പോകാനും തയ്യാറായിരുന്നില്ല. തന്റെ മകനെ അന്വേഷിച്ച് ചീറ്റ കാടിന് പുറത്തേക്ക് വന്നു. അവൻ എല്ലാ വഴിയിലൂടെയും നടന്നു. ഞാൻ എന്തിനു പേടിക്കണം? ഞാൻ ശക്തിശാലിയായ ചീറ്റയല്ലേ. എനിക്ക് ആരെ വേണമെങ്കിലും കൊല്ലാം. ഞാനും ക്രൂരനാണ്. ഞാൻ ആ ക്രൂരന്മാരെ എല്ലാം ചട്നിയാക്കും. അപ്പോൾ ചീറ്റയ്ക്ക് വഴിയിൽ ഒരു സന്യാസിയെ കാണാൻ പറ്റി. ചീറ്റേ, ഇത്രയും ദേഷ്യത്തിൽ നീ എവിടെ പോവുകയാണ്? ചീറ്റ എല്ലാം സന്യാസിയോട് പറഞ്ഞു. ചീറ്റേ, നിന്റെ ഈ വിഡ്ഢിത്തവും അഹങ്കാരവും നിർത്ത്. ആ മൃഗങ്ങൾ എല്ലാവരും നിന്നേക്കാൾ വളരെ ക്രൂരന്മാരാണ്. അവർ നിന്നെ ഉറപ്പായും കൊല്ലും. ഗുരുവേ, ഞാനും ഒട്ടും മോശക്കാരനല്ല. നോക്കൂ, ആ ക്രൂരന്മാരെ ഈ ലോകത്തു നിന്നും തന്നെ ഞാൻ ഇല്ലാതെയാക്കും. ചീറ്റേ, ഒറ്റത്തടിയാണെങ്കിൽ അതിനെ നമ്മൾക്ക് എങ്ങനെ വേണമെങ്കിലും മുറിച്ചു മാറ്റാൻ പറ്റും. എന്നാൽ തടി ഒരു കൂട്ടമായി നിൽക്കുകയാണെങ്കിൽ അതിനെ മുറിച്ചു മാറ്റുന്നത് അത്ര എളുപ്പമല്ല. നിനക്ക് ഈ കാട്ടിൽ അതിജീവിക്കണമെങ്കിൽ നീ ശക്തി കൊണ്ടല്ല, മറിച്ച് ബുദ്ധിശക്തിയും തന്ത്രവും കൊണ്ട് വേണം വിജയിക്കാൻ. ഞാൻ ബുദ്ധിശാലിയും തന്ത്രശാലിയുമാണ്. ഞാൻ ആ ക്രൂരന്മാരെ ഉറപ്പായും കീഴ്പ്പെടുത്തും. ചീറ്റ അവിടെ നിന്നും പുറപ്പെട്ടു പോയി. അപ്പോൾ സന്യാസി ചീറ്റയ്ക്കൊരു വടി കൊടുത്തു. ചീറ്റേ, നിന്റെ തീരുമാനം അങ്ങനെയാണെങ്കിൽ ഈ വടിയും നിന്റെ കൂടെ കൊണ്ടുപോകും. ഇതൊരു മാന്ത്രിക വടിയാണ്. ഇത് നിന്നെ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും രക്ഷിക്കും. ചീറ്റ ആ മാന്ത്രിക വടിയും കൊണ്ട് ക്രൂരന്മാരായ മൃഗങ്ങളുള്ള കുന്നിലേക്ക് വന്നു. അവിടെ അപ്പോൾ എല്ലാ മൃഗങ്ങളും ഉണ്ടായിരുന്നു. അവരുടെ ഇടയിൽ ചിന്തു ചീറ്റയും ഉണ്ടായിരുന്നു. എന്റെ കുഞ്ഞ്! പെട്ടെന്ന് ചിന്തു ചീറ്റ ആ മൃഗങ്ങളെയെല്ലാം ആക്രമിക്കാൻ തുടങ്ങി. അങ്ങനെ എല്ലാ മൃഗങ്ങളും ചേർന്ന് ചിമ്രു ചീറ്റയെ പിടികൂടി അവനെ തറയിൽ കെട്ടിയിട്ടു. എന്നെ അഴിച്ചുവിട്. നീ എന്ത് വിചാരിച്ചു ചീറ്റേ? ഞങ്ങളിൽ നിന്ന് നിന്റെ മകനെ രക്ഷിച്ചു കൊണ്ടുപോകാമെന്നോ? നീ നോക്കു ചീറ്റേ, നിന്റെ മകനെ ഞങ്ങൾ എങ്ങനെ പിച്ചി ചീന്തി തിന്നുന്നുവെന്ന്. അവർ ചിന്നു ചീറ്റയും എടുത്തുകൊണ്ട് അടുത്തുള്ള ഗുഹയിലേക്ക് പോയി. എനിക്ക് എന്റെ മകനെ രക്ഷിച്ചേ പറ്റൂ. ചിമ്രു ചീറ്റ കയറഴിക്കാനായി ശ്രമിച്ചു. എന്നാൽ കയറഴിഞ്ഞില്ല. ഈ കെട്ടെന്താ അഴിക്കാൻ പറ്റാത്തത്? അപ്പോൾ അവൻ സന്യാസി പറഞ്ഞതോർത്തു. ആ സന്യാസി പറഞ്ഞത് ശക്തി കൊണ്ടല്ല, എന്റെ ബുദ്ധി ഉപയോഗിക്കണമെന്നാണ്. മാന്ത്രിക വടിയെ ഈ കെട്ട് അഴിച്ചുവിടൂ. പെട്ടെന്ന് മാന്ത്രിക വടിയുടെ മായാജാലത്താൽ അവനെ കെട്ടിയിട്ടിരുന്ന കയറെല്ലാം അഴിഞ്ഞു. അവൻ വേഗത്തിൽ ഗുഹയ്ക്കകത്തേക്ക് മൂടി. മാന്ത്രിക വടിയെ അകത്തുള്ള എല്ലാ ക്രൂരന്മാരെയും കൊന്നുകളയും. പറ്റില്ല ചീറ്റെ, എനിക്കാരുടെയും ജീവനെടുക്കാൻ പറ്റില്ല. ഞാൻ നല്ല മായാജാലങ്ങളെ ചെയ്യൂ. എനിക്ക് ഒറ്റയ്ക്ക് ഇവരെ എല്ലാവരെയും ആക്രമിക്കാൻ പറ്റില്ല. എന്ത് ചെയ്യും? പെട്ടെന്ന് ചീറ്റയ്ക്കൊരു ബുദ്ധി തോന്നി. മാന്ത്രിക വടിയെ, നിനക്ക് ആ മൃഗങ്ങളുടെ കാഴ്ചശക്തി ഇല്ലാതാക്കാൻ പറ്റുമോ? ചെയ്യാം, പക്ഷേ എന്നേക്കുമായി ചെയ്യില്ല. വെറും 10 മിനിറ്റത്തേക്ക്. ശരി. പെട്ടെന്ന് മാന്ത്രിക വടിയുടെ മായാജാലത്താൽ അകത്തുള്ള എല്ലാ മൃഗങ്ങളുടെയും കാഴ്ചശക്തി കുറച്ചു നേരത്തേക്ക് നഷ്ടപ്പെട്ടു.
അപ്പോൾ ചീറ്റ അകത്തേക്ക് കയറി തന്റെ മകനുമായി വേഗം പുറത്തേക്ക് വന്നു. അവർ അവിടെ നിന്നും ഓടാൻ തുടങ്ങി. പെട്ടെന്ന് സിംഹത്തിന്റെ കാഴ്ചശക്തിയും തിരിച്ചു കിട്ടി. എന്നിട്ട് ചിമ്രു ചീറ്റയുടെ അടുത്തേക്കും അവൻ വന്നു. അവനെയും കൊണ്ട് നീ എവിടെ വരെ പോകും ചീറ്റേ? അങ്ങനെ ചീറ്റയ്ക്കും സിംഹത്തിനും അടിയുണ്ടായി. സിംഹം ചീറ്റയെ വളരെയധികം ആക്രമിച്ചു. നിനക്കെന്നെ ഒരിക്കലും കീഴ്പ്പെടുത്താൻ പറ്റില്ല ചീറ്റേ. പെട്ടെന്ന് ചീറ്റ തന്റെ കൈകൊണ്ട് സിംഹത്തിന്റെ കണ്ണിലേക്ക് മണ്ണെറിഞ്ഞു. ആ, എനിക്ക് ഒന്നും കാണാൻ പറ്റുന്നില്ലല്ലോ. ആ, അപ്പോൾ ചീറ്റ സിംഹത്തിനെ ആക്രമിക്കാൻ തുടങ്ങി. അങ്ങനെ തന്റെ മകനുമായി കാട്ടിലേക്കും പോയി. ചീറ്റേ, നീ വാക്ക് പാലിച്ചു. ഈ കാട്ടിൽ ഒറ്റയ്ക്ക് പോരാടി നീ ഉറപ്പിച്ചു. നീ സത്യത്തിൽ ശക്തിശാലിയും മിടുക്കനായ ചീറ്റയുമാണെന്ന്. ഇന്ന് താങ്കളെ ഞങ്ങളുടെ രാജാവാക്കി മാറ്റുന്നു. അങ്ങനെ ചീറ്റ തന്റെ ബുദ്ധിയും ശക്തിയും ഉപയോഗിച്ച് കാട്ടിൽ വിജയം കൈവരിച്ചു. അങ്ങനെ ചീറ്റ ആ കാടിന്റെ രാജാവായി. എപ്പോഴും കാട്ടിലുള്ള മൃഗങ്ങളെ രക്ഷിച്ചു കൊണ്ടുവന്നു. അങ്ങനെ എല്ലാവരും സന്തോഷത്തോടെ ജീവിച്ചു.